Good morning, students. Today we continue the chapter 11 DC and AC motors. Now we start AC motors. AC motors work in AC supply only. AC motors are two types: single phase AC motor and three phase AC motors. Single phase AC motors and three phase AC motors. Single phase motors are low capacity motors used in household electrical appliances. Single phase motors are low capacity motors used in household electrical appliances. Three phase motors are used for agriculture and industrial purposes. The main difference between single phase motor and three phase motors is that single phase motors are not self-starting motors, but three phase motors are self-starting motors. അതായത് എ സി സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന മോട്ടോറുകളാണ് എ സി മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സിംഗിൾ ഫേസ് എ സി മോട്ടോർ എന്ന് പറയും, ഒന്ന് ത്രീ ഫേസ് എ സി മോട്ടോർ എന്ന് പറയും. സിംഗിൾ ഫേസ് എ സി മോട്ടോർ എന്ന് പറയും. സെക്കൻഡ് വൺ ത്രീ ഫേസ് എ സി മോട്ടോർ എന്ന് പറയും. എ സി മോട്ടോർ നമുക്കറിയാം, നമ്മുടെ വീടുകളിലെ ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് സിംഗിൾ ഫേസ് എ സിയിലാണ്. വീടുകളിൽ ഉപയോഗിക്കുന്നത് സിംഗിൾ ഫേസ് എ സി ആണ്. അതായത് ഒരു ഫേസും ഒരു ന്യൂട്രലും ചേർന്ന 230 വോൾട്ട് എ സി ആണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. അതാണ് സിംഗിൾ ഫേസ് എന്ന് പറയുന്നത്. ഈ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ്, ഫാന്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങളിലെല്ലാം മോട്ടോറുകളുണ്ട്. ഈ മോട്ടോറുകളെല്ലാം സിംഗിൾ ഫേസ് എ സി മോട്ടോഴ്സ് ആണ്. അതേസമയം ത്രീ ഫേസ് എ സി മോട്ടോഴ്സ് എന്ന് പറയുന്നത് മൂന്ന് ഫേസുകളാണ് അവിടെ വരുന്നത്. 440 വോൾട്ട് ആണ് ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജിലുള്ള വ്യത്യാസം. ആ മൂന്ന് ഫേസുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മോട്ടോറുകളാണ്. അവ അഗ്രികൾച്ചർ പർപ്പസിനും അതേപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഒക്കെയാണ് കൂടുതലായിട്ട് ത്രീ ഫേസ് മോട്ടോറുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതില് സിംഗിൾ ഫേസ് എ സി മോട്ടോർ എന്ന് പറയുന്നത് അത് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ എന്ന് പറയുന്നത് അത് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ അല്ല. അതേസമയം ത്രീ ഫേസ് മോട്ടോർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോറാണ്. അത് ത്രീ ഫേസ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കറങ്ങാൻ തുടങ്ങുന്ന, അതിന്റെ റോട്ടോർ കറങ്ങാൻ തുടങ്ങുന്ന മോട്ടോറുകളാണ് ത്രീ ഫേസ് എ സി മോട്ടോർ. അതേപോലെ സിംഗിൾ ഫേസ് എ സി മോട്ടോർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേറെ സൗകര്യങ്ങളൊന്നും ചെയ്ത് വെക്കേണ്ട. അത് മോട്ടോർ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ അതിലൊരുക്കും. നെക്സ്റ്റ്, single phase AC motors. Single phase AC motors. Single phase AC motors. Single phase motor has two windings: starting winding and running winding. These two windings are placed in the stator. A short circuit rotor, capacitor, shaft, cooling fan and body are the other parts of a single phase motor. A short circuit rotor, capacitor, shaft, cooling fan and body are the other parts of a single phase motor. അതായത് സിംഗിൾ ഫേസ് മോട്ടോർ ഞാൻ നേരത്തെ പറഞ്ഞു അത് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ അല്ല. അപ്പോൾ അത് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ ആക്കാൻ വേണ്ടി അതിൽ എന്തുണ്ട്, രണ്ട് വൈൻഡിങ്ങുകൾ ഉണ്ട്. ഒന്ന് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയും, ഒന്ന് റണ്ണിംഗ് വൈൻഡിങ് എന്ന് പറയും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, സെക്കൻഡ് വൺ റണ്ണിംഗ് വൈൻഡിങ്. ഇങ്ങനെ രണ്ട് വൈൻഡിങ് സിംഗിൾ ഫേസ് മോട്ടോറിൽ ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും റണ്ണിംഗ് വൈൻഡിങ്ങും. അപ്പൊ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈൻഡിങ്ങുകളാണ്. അത് റൺ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മോട്ടോർ സ്റ്റാർട്ട് ആകണമെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് നിർബന്ധമാണ്.
അപ്പോ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് റണ്ണിങ് വൈൻഡിങ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിംഗിൾ ഫേസ് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ഫേസിനെ 2 ഫേസ് ആക്കി മാറ്റുക, അതായത് ഫേസിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഒരു വൈൻഡിങ് ഉപയോഗിച്ചിട്ട് ഒരു ഫേസിനെ 2 ഫേസ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതിനാണ് സ്പ്ലിറ്റ് ചെയ്യാൻ വരുന്ന, ഫേസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് 2 ഫേസ് ആയിട്ട് മാറ്റുന്ന ഒരു രീതിയാണ് ഇതിൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2 ഫേസ് ആക്കി മാറ്റും. 2 ഫേസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മോട്ടോർ സ്റ്റാർട്ട് ആവും. അപ്പൊ 2 ഫേസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും ഒരു റണ്ണിങ് വൈൻഡിങ്ങും. ഷോർട്ട് സർക്യൂട്ട് റോട്ടോർ, അതിൽ ഉപയോഗിക്കുന്ന റോട്ടോർ എന്ന് പറയുന്നത്, സിംഗിൾ ഫേസ് മോട്ടോറിൽ ഉപയോഗിക്കുന്നത് റോട്ടോർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷോർട്ട് സർക്യൂട്ട് റോട്ടോറാണ്. ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടോറാണ്. നമ്മുടെ റോട്ടോർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് റോട്ടോറാണ്. കുറെ സ്ട്രിപ്പുകള്, കണ്ടക്ടർ സ്ട്രിപ്പുകള്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിംഗ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. പിന്നെ ഷോർട്ട് സർക്യൂട്ട്, അപ്പോൾ അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് കുറെ കണ്ടക്ടറുകളാണ്, സ്ട്രിപ്പുകളാണ്, കണ്ടക്ടർ സ്ട്രിപ്പുകളാണ്. ആ സ്ട്രിപ്പുകള് ഇവിടെ ഒരു റിംഗും കൊടുക്കും, കണ്ടക്ടർ റിംഗും, ഇവിടെ കണ്ടക്ടർ റിംഗും തന്നെ ഷോർട്ട് സർക്യൂട്ട്. ഒരു ഷോർട്ട് സർക്യൂട്ട് റോട്ടറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, സിംഗിൾ ഫേസ് മോട്ടോറിൽ ഉപയോഗിക്കുന്നത്. പിന്നെ കപ്പാസിറ്റർ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിന് ആവശ്യമായ, സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തും റണ്ണിങ് സമയത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കപ്പാസിറ്റർ. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. പിന്നെ റോട്ടറിന്റെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. ഈ ഷാഫ്റ്റിൽ നിന്നാണ് നമുക്ക് മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാൻ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. പിന്നെ കൂളിംഗ് ഫാൻ, ചൂടാകുന്ന മോട്ടോറുകളിലെല്ലാം കൂളിംഗ് ഫാൻ ഉണ്ടാവും. എല്ലാ മോട്ടോറിലും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ പമ്പ് സെറ്റ് കണ്ടിട്ടുണ്ടാവും. വീട്ടിലെ പമ്പ് സെറ്റില് ബാക്ക് സൈഡിലൊക്കെ ഒരു ഫാൻ ഉണ്ടാവും ഇറങ്ങുന്നത്, അതിന് കൂളിംഗ് ഫാന്. ആൻഡ് ബോഡി, ഈ സ്റ്റേറ്റർ റോട്ടർ എല്ലാം സ്ഥിതി ചെയ്യുന്ന ബോഡി ഉൾപ്പെടുന്നതാണ് അതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ? ഒരു ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടർ ഉണ്ടാവും സിംഗിൾ ഫേസ് മോട്ടോറിൽ. നമ്മള് റോട്ടർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടറാണ്. ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടറാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു, ഷോർട്ട് സർക്യൂട്ട് റോട്ടറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കപ്പാസിറ്റർ, ഷാഫ്റ്റ്, കൂളിംഗ് ഫാൻ എല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. ഇതാണ് സിംഗിൾ ഫേസ് AC മോട്ടറിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. Single phase motors are named according to the method used for its starting. സിംഗിൾ ഫേസ് മോട്ടോറിനെ, ആ സിംഗിൾ ഫേസ് മോട്ടോറിന്റെ പേരുകൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചാണ് അതിന്റെ പേരുകൾ വരുന്നത്. ക്ലാസിഫിക്കേഷൻസ് ആർ 1. സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ എന്ന് പറയും. സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 വൈൻഡിങ് ഉണ്ടാവും. ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും ഒരു റണ്ണിങ് വൈൻഡിങ്ങും. ഒരു റണ്ണിങ് വൈൻഡിങ് ഉണ്ടാവും, ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഉണ്ടാവും. ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും ഒരു റണ്ണിങ് വൈൻഡിങ് ഉണ്ടാവും. പിന്നെ ഒരു റോട്ടോർ ഉണ്ടാവും. ഈ ഇത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ഇത് റണ്ണിങ് വൈൻഡിങ്. ഇവിടെ AC സപ്ലൈ നമ്മൾ കൊടുക്കും. AC നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ്. AC 230 വോൾട്ട് നമ്മൾ കൊടുക്കും. ഈ ഇതിന്റെ റോട്ടോറാണ്. റോട്ടോർ, സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, റണ്ണിങ് വൈൻഡിങ്. ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് സീരീസ് ആയിട്ട് ഒരു സ്വിച്ച് ഉണ്ടാവും. ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് അല്ലെങ്കിൽ ഒരു റിലേ സ്വിച്ച്. ഒന്നെങ്കിൽ റിലേ സ്വിച്ച് ആവാം, റിലേ ഉപയോഗിച്ച് സ്വിച്ച് ആവാം, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ആവാം. അപ്പൊ ഇങ്ങനെ ഒരു റണ്ണിങ് വൈൻഡിങ്ങും ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും, ആ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു വരുന്ന ഫേസ്, ഇവിടെ വരുന്ന ഈ ഫേസിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്ന, അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്ന ഒരു വൈൻഡിങ് ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ്. ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് വൈൻഡിങ് ആണ്. അതില് കമ്പിയുടെ ഗേജ് വളരെ കുറവായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അപ്പോ റിയാക്ടൻസ് കുറവായിരിക്കും, ലോ റിയാക്ടൻസ് ആയിരിക്കും. അതേസമയം ഇവിടെ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും, ഹൈ റിയാക്ടൻസ് ആയിരിക്കും. അപ്പൊ അതിന് ഹൈ റിയാക്ടൻസും ലോ റിയാക്ടൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഫേസ് ഷിഫ്റ്റ് വരും. അങ്ങനെ
90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ രണ്ട് ഫേസ് പോലെ എഫക്ട് ചെയ്യും. രണ്ട് ഫേസ് പോലെ എഫക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, മോട്ടോർ കറങ്ങാൻ തുടങ്ങും. അങ്ങനെ കറങ്ങി കഴിഞ്ഞിട്ട് ഈ സ്പ്ലിറ്റ് ഫേസ് മോട്ടോറിൽ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് റൊട്ടേഷന്റെ ഒരു 70% സ്പീഡായി 80% സ്പീഡായി കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിന്റെ കണക്ഷൻ സ്വിച്ച് ഓഫ് ആവും. അത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉപയോഗിച്ചിട്ടാവാം, റിലേ സ്വിച്ച് ഉപയോഗിച്ചിട്ടാവാം. ഏതായാലും സ്റ്റാർട്ടിംഗ് വൈൻഡിങ് സ്വിച്ച് ഓഫ് ആവും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ് അതിന്റെ കണക്ഷൻ പോകും. പിന്നെ റണ്ണിങ് വൈൻഡിങ് മാത്രം ഉപയോഗിച്ചിട്ടാണ് മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മോട്ടോറുകളാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ കാണാം. ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള മോട്ടോർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഫേസ് മോട്ടോറാണ്. അതിന്റെ ഒരു പിറകിൽ ഒരു റിലേ കാണാം. റിലേ ഉപയോഗിക്കുന്നത് ഈ മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിന്റെ കണക്ഷൻ വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ. സെക്കൻഡ് വൺ, പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ. പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ. പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ. അതിനെ PSC മോട്ടോർ എന്ന് പറയും. പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ ആയതുകൊണ്ട് PSC മോട്ടോർ അറിയപ്പെടും. ഇവിടെയും ഇതേപോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഉണ്ട്, ഒരു റണ്ണിംഗ് വൈൻഡിങ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഉണ്ട്, റണ്ണിംഗ് വൈൻഡിങ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് നമ്മളൊരു കപ്പാസിറ്റർ, ഇത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ഇത് റണ്ണിംഗ് വൈൻഡിങ്, റോട്ടോർ. ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് സീരീസ് ആയിട്ടൊരു കപ്പാസിറ്റർ കൊടുക്കും. ഈ കപ്പാസിറ്റർ കൊടുത്തിട്ട് ഇത് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, റണ്ണിംഗ് വൈൻഡിങ്, AC. അപ്പോ ഈ റണ്ണിംഗ് വൈൻഡിങ്ങും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും റൺ ചെയ്യുന്ന സമയത്തും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടർ. റൺ ചെയ്യുന്ന സമയത്തും ഈ കപ്പാസിറ്റർ ഓഫ് ആക്കുന്നില്ല, അവിടെ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഇതിനെ ഓഫ് ആക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ. ഓക്കെ. ഇത് സാധാരണയായിട്ട് നിങ്ങളുടെ ഫാനൊക്കെ ഉണ്ടല്ലോ, ഫാനിന് മുകളിൽ ഒരു കപ്പാസിറ്റർ കാണാൻ നിങ്ങൾക്ക്. ആ ഫാൻ, അതുപോലെ മോട്ടോർ, വാട്ടർ പമ്പിന്റെ മോട്ടോർ, ഇതിനെല്ലാം ഇത്തരം പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോറുകളാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ. കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ. കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ. ഇവിടെയും നമ്മുടെ കപ്പാസിറ്റർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ഇവിടെ റണ്ണിംഗ് വൈൻഡിങ്, റോട്ടോർ. ആർ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, റണ്ണിംഗ് വൈൻഡിങ്, AC സപ്ലൈ, ഇവിടെ സ്വിച്ച്, കപ്പാസിറ്റർ. നോക്കുക, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോറാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കപ്പാസിറ്ററും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും സീരീസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു റിലേ സ്വിച്ചോ സെൻട്രിഫ്യൂഗൽ സ്വിച്ചോ ഉപയോഗിക്കും. ആ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഈ റോട്ടോറിന്റെ സ്പീഡ് ഒരു 80% അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, സ്വിച്ച് ഓഫ് ആവും. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും നമ്മുടെ കണക്ഷനിൽ നിന്നും പോകും. പിന്നെ റണ്ണിംഗ് വൈൻഡിങ് ഉപയോഗിച്ച് മാത്രമാണ് മോട്ടോർ റൺ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം മോട്ടോറുകളാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ. ഫോർത്ത് വൺ, ഷെയ്ഡഡ് പോൾ മോട്ടോർ. ഷെയ്ഡഡ് പോൾ മോട്ടോർ. ഇത് അതിന്റെ പോള് ഒരു ചെറിയൊരു നമ്മുടെ എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗിക്കുന്ന മോട്ടറാണ് ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. രണ്ട് പോള്, ഈ പോളിൽ ഒരു റിംഗ് ഉണ്ടാവും, ഇവിടെ വേറെ റിംഗ് ഉണ്ടാവും, കണ്ടക്ടർ റിംഗ് ഉണ്ടാവും, ഒരു കോയില്. ആ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത് മാഗ്നറ്റായിട്ട് മാറിയിട്ട് ഈ
ചെറിയ റിങ്, കണ്ടക്ടർ റിങ് ഉപയോഗിച്ചിട്ട് ഇതാണ് നമ്മുടെ റോട്ടറിനെ കറക്കാൻ വേണ്ടിയിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന 2 റിങ്ങുകൾ. ഇത്തരം കൊച്ചു മോട്ടറാണ് ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന ചെറിയ മോട്ടറുകളാണ്. എക്സോസ്റ്റ് ഫാനിലൊക്കെ സാധാരണയായിട്ട് ഷെയ്ഡഡ് പോളും മോട്ടോർ ഉപയോഗിക്കുന്നത്. ഓക്കെ. 5th one, യൂണിവേഴ്സൽ മോട്ടോർ. യൂണിവേഴ്സൽ മോട്ടോർ. Universal motor works in either AC or DC supply. So, work on either AC or DC supply. AC supply or DC supply ലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. വാട്ട്സ് പറഞ്ഞ അപ് ടു 150 വാട്ട്സ് വരെയുള്ള കൊച്ചു മോട്ടറുകളാണ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നോ ലോഡിൽ അതിന്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതേസമയം ലോഡില് സ്പീഡ് കുറയും. പിന്നെ ഗിയർ ട്രെയിൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ സ്പീഡ് കുറയ്ക്കുന്നത്. അതിന്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗിയർ ട്രെയിൻ ഒക്കെ ഉപയോഗിച്ച് സ്പീഡ് കുറയ്ക്കും. അതായത് കൊച്ചു മോട്ടറാണ്. AC-യിലും വർക്ക് ചെയ്യും, DC-യിലും വർക്ക് ചെയ്യും. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ റോട്ടോറിൽ വൈൻഡിങ് ഉണ്ടാവും, അതിന്റെ സ്റ്റേറ്ററിൽ വൈൻഡിങ് ഉണ്ട്. 2 വൈൻഡിങ്ങും. ഈ വൈൻഡിങ്ങിന്റെ സ്റ്റേറ്ററിലെ വൈൻഡിങ് ഇതുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട്, കമ്മ്യൂട്ടറേറ്റർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ റോട്ടറിലേക്ക് കൊടുത്ത് ഇതിന്റെ റോട്ടോറിൽ നിന്നും ഇങ്ങനെ സീരിയൽ ആയിട്ട് പോകുന്ന വൈൻഡിങ് ആണ്. ഒരു വൈൻഡിങ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഇതിന്റെ സ്റ്റേറ്റർ വൈൻഡിങ് റോട്ടർ വൈൻഡിങ്ങിലേക്ക് കൊടുത്ത് റോട്ടർ വൈൻഡിങ്ങിൽ നിന്നും വീണ്ടും മറ്റേ സ്റ്റേറ്റർ വൈൻഡിങ്ങിലൂടെ സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സൽ മോട്ടറിൽ വൈൻഡിങ് കണക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് AC കൊടുത്താലും DC കൊടുത്താലും ഇത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് കറങ്ങും. സാധാരണയായിട്ട് വാക്വം ക്ലീനർ, അതുപോലെ നമ്മുടെ ചെറിയ ഹാൻഡ്രില്ലില് വാക്യൂം ക്ലീനറിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. മെയിൻലി യൂസ്ഡ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ഇൻ അവർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആർ പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ ആൻഡ് യൂണിവേഴ്സൽ മോട്ടോർ. വീടുകളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോറുകൾ എന്ന് പറയുന്നത് ഒന്ന് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ്. കപ്പാസിറ്റർ ഫുൾ ടൈം PSC മോട്ടറാണ് ഉപയോഗിക്കുന്നത്, പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ. അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ. കപ്പാസിറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സമയത്ത് ഇൻഡക്ഷൻ മാത്രം, അതായത് ഒരു റണ്ണിംഗ് കോയിൽ മാത്രം വർക്ക് ചെയ്യുന്ന മോട്ടോർ. അല്ലെങ്കിൽ യൂണിവേഴ്സൽ മോട്ടോർ. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൽ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് AC മോട്ടോഴ്സ്. Figure shows the circuit diagram of a permanent capacitor motor. It has 2 windings, running winding and starting winding. A capacitor is connected in series with the starting winding. The function of starting winding and capacitor is to start the motor. ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന്റെയും കപ്പാസിറ്ററിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും ഒന്നും പറഞ്ഞതേ ഉള്ളൂ. ഇതിലൊരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ഒരു കപ്പാസിറ്ററും, ഇത് പെർമനന്റ് ആയിട്ട് കിടക്കും, ഇത് ഓഫ് ആകില്ല. ഓക്കെ. നെക്സ്റ്റ്, അപ്ലിക്കേഷൻസ് ഓഫ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. അപ്ലിക്കേഷൻസ് ഓഫ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. നമ്മള് ഓരോ ടൈപ്സ് പറഞ്ഞു, ഓരോ ടൈപ്സിന്റെയും അപ്ലിക്കേഷൻസ് ആണ്. ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് മോട്ടോർ, ടൈപ്സ് പിന്നെ ആപ്ലിക്കേഷൻസ്. അതില് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. സ്പ്ലിറ്റ് ഫേസ് മോട്ടോറിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്? പമ്പ് സെറ്റ്. പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ. പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ നമ്മൾ നേരത്തെ പറഞ്ഞു. പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ, അതിന്റെ ആവശ്യം എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടേബിൾ ഫാൻ ആൻഡ് സീലിംഗ് ഫാൻ. ടേബിൾ ഫാനിലും സീലിംഗ് ഫാനിലും ആണ് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ എന്ന് പറയുന്നത് പമ്പ് സെറ്റിലും ലേത്തിലും. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണ്.
ഇൻഡക്ഷൻ റൺ. ഇത് ഉപയോഗിക്കുന്നത് പമ്പ് സെറ്റ് ലെയ്ത്ത്, ലെയ്ത്ത്. ഷേഡഡ് പോൾ മോട്ടോർ ഉപയോഗിക്കുന്നത് ഷേഡഡ് പോൾ മോട്ടോർ ഉപയോഗിക്കുന്നത് ഹെയർ ഡ്രയർ. ഇവിടെ ഹെയർ ഡ്രയർ, അതുപോലെ തന്നെ ടൈലറിംഗ് മെഷീൻ, നേരത്തെ പറഞ്ഞ ടൈലറിംഗ് മെഷീനിലും ഷേഡഡ് പോൾ മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ മോട്ടോർ മിക്സി, ഹാൻഡില്, മാർബിൾ കട്ടർ പോലുള്ള ഉപകരണങ്ങളിൽ യൂണിവേഴ്സൽ മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട്. മിക്സി, ഹാൻഡിൽ, അതുപോലെ തന്നെ കട്ടർ, മാർബിൾ കട്ടർ പോലത്തെ കട്ടർ ഹാൻഡിലെല്ലാം യൂണിവേഴ്സൽ മോട്ടോഴ്സ് ആണ്. ഇത്രയുമാണ് സിംഗിൾ ഫേസ് മോട്ടോഴ്സിന്റെ ആപ്ലിക്കേഷൻസ്. ത്രീ ഫേസ് മോട്ടോഴ്സ്. Three-phase AC motors works in three-phase supply. Three-phase motors are self-starting motors because three phases can produce a rotating magnetic field in the stator of three-phase AC motor. Three-phase AC motor പറയുന്നത് അത് 3-phase AC വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ് 3-phase AC മോട്ടർ എന്ന് പറയുന്നത്. ഇതില് 3 ഫേസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. 3 ഫേസ് ആയതുകൊണ്ട് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് അതൊരു സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടറാണ്. ഇത് ഒരു സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടറാണ് 3-phase AC മോട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് 3-phase AC motor. Whenever a short-circuited conductor is placed in a rotating magnetic field, the conductor tends to move. Whenever a short-circuited conductor is placed in a rotating magnetic field, the conductor tends to move. ഇതാണ് നമ്മുടെ 3-phase ഇൻഡക്ഷൻ മോട്ടോറിന്റെ AC മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടക്ടർ, നമുക്കറിയാം നമ്മുടെ റോട്ടോർ എന്ന് പറയുന്നത് കുറെ കണ്ടക്ടർ സ്ട്രിപ്പുകളാണ് ഉള്ളത്. കുറെ അലുമിനിയം അല്ലെങ്കിൽ കോപ്പറിന്റെ കണ്ടക്ടർ സ്ട്രിപ്പുകൾ ഇങ്ങനെ സ്ലോട്ടുകളിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് കണ്ടക്ടർ സ്ട്രിപ്പുകൾ ഇങ്ങനെ സ്ലോട്ടുകളിൽ ഇറക്കി വെച്ചിരിക്കും. അതിന്റെ എൻഡില് റിങ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഷോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്ടർ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ ടെൻസ് ടു റൊട്ടേറ്റ്. ആ കണ്ടക്ടർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ടെൻസ് ടു മൂവ്, ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടക്ടർ വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആ കണ്ടക്ടർ മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മുടെ 3-phase ഇൻഡക്ഷൻ AC മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. As stated above, the 3-phase AC motors are self-starting motors. നേരത്തെ പറഞ്ഞ പോലെ 3-phase AC motor എന്ന് പറയുന്നത് self-starting motors ആണ്. This is because of the characteristics of 3-phase supply which will produce rotating magnetic field in the motor. ഈ മോട്ടോറിലെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് റൊട്ടേറ്റ്. കൂടുതലായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനില്ല. നമ്മൾ ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഒരു 3-phase AC മോട്ടോർ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. വർക്കിംഗ് ഓഫ് 3-phase AC motor.
three-phase motor has three windings placed 120 degree apart. When a three-phase supply is fed to the stator of motor, a rotating magnetic field is produced. A short circuit rotor is placed in the center of the stator so as to rotate easily. അതായത് 3 വൈൻഡിങ്സ് നമ്മുടെ ഈ സ്റ്റേറ്ററിൽ 3 വൈൻഡിങ്സ് നമ്മുടെ 3 ഫേസുകളാണ്. ഈ 3 വൈൻഡിങ്സ് 120 ഡിഗ്രി അപ്പാർട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുക. 120 ഇങ്ങനെ 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് 3 വൈൻഡിങ്സ് നമ്മൾ കൊടുക്കും. അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് 3 വൈൻഡിങ് കൃത്യം 3 വൈൻഡിങ് അല്ല, അതിന്റെ വൈൻഡിങ് അങ്ങനെ കൂടും. ഈ 3 വൈൻഡിങ്ങുകളും ഉണ്ടാവും. അത് കുറേ വൈൻഡിങ്ങുകളായിട്ടാണ് കൊടുക്കുക. 3 വൈൻഡിങ് കൊടുത്തു. അപ്പൊ ഇതിൽ നമ്മൾ 3 ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടോർ, ഇതാണ് ഷോർട്ട് സർക്യൂട്ട് റോട്ടോർ. ഈ റോട്ടറിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇത് ഈ ടെൻസ് ടു മൂവ് ചെയ്യാൻ തുടങ്ങും. അതാണ് a short circuit rotor is placed in the center of the stator so as to rotate easily. If the rotating flux and short circuit rotor is magnetically coupled, a current is induced in the rotor according to the laws of electromagnetic induction. നമുക്കറിയാം ഇവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഇതിനുള്ളിൽ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് കണ്ടക്ടറിൽ എന്ത് ചെയ്യണം? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിൽ ചെയ്യുന്ന റോട്ടറുകൾ കണ്ടക്ടറാണ്. ആ കണ്ടക്ടർ സ്ട്രിപ്പിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF ആ കണ്ടക്ടർ സ്ട്രിപ്പിലൂടെ ഫ്ലോ ചെയ്ത് തുടങ്ങും. ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഈ സ്റ്റേറ്റിലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ലെൻസസ് ലോ ഒക്കെ പഠിച്ചതിന് വേണ്ടിയിട്ടാണ്. ലെൻസസ് ലോ ഒക്കെ പറയണ്ട ഇവിടെ കണ്ടക്ടറിലും ഉണ്ടാവും. അപ്പൊ ഇതിന് ഈ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോ അങ്ങനെ ഇവിടെ കിടന്നിട്ട് കറങ്ങാൻ തുടങ്ങും. ഓക്കെ, ബൈ ദിസ് കറന്റ് എ ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റോട്ടോർ. ഇവിടെ EMF ഉണ്ടാവും പറഞ്ഞു. തൽഫലമായി ഒരു ഫ്ലക്സ്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഈ റോട്ടോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. നൗ there are two fluxes, rotating flux and rotor flux. ഇതിലുണ്ടാകുന്ന റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഉണ്ട്, ഈ റോട്ടറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ഉണ്ട്. ഈ 2 ഫ്ലക്സുകളും തമ്മിൽ എന്ത് ചെയ്യുന്നു? 2 ഫ്ലക്സുകൾ ഉണ്ടാകുന്നു. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സിലാണ്, ഇത് റൊട്ടേറ്റിംഗ് ഫ്ലക്സുകൾ സ്റ്റേറ്ററില്, അത് റോട്ടറിലും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഡ്യൂ ടു ദീസ് ഫ്ലക്സസ് 2 ടോർക്സ് ആർ എക്സേർട്ടഡ് ഓൺ ദ മോട്ടോർ ആൻഡ് മോട്ടോർ ഈസ് റൊട്ടേറ്റിംഗ്. ഇതില് ആ തൽഫലമായി ഇതിലൊരു റൊട്ടേറ്റിംഗ് ടോർക്ക് ഉണ്ടാവും ഈ റോട്ടോറിന്. അതുകൊണ്ട് തന്നെ ഈ ടോർക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ റോട്ടോർ കറങ്ങാൻ തുടങ്ങും. റോട്ടോർ കറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മോട്ടർ പ്രവർത്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് ഒരു 3 ഫേസ് AC മോട്ടറിന്റെ വർക്കിംഗ്. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. നമ്മൾ വിശദമായിട്ട് പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മള് ഇത്രയും. ഓക്കെ.